കഴുവിൻ ഭാരം തോളോടു ചേർന്ന് ഉലഞ്ഞു മാറെല്ലുകൾ, സിരകൾ കീറി തിരുമാറിൽ നിന്നും വാർന്നുപോയി നിണമേറെയും, വാർന്നുപോയി നിണമേറെയും. നോക്കുന്നു കാരുണ്യവാൻ ചുറ്റോടും സ്നേഹിച്ച സോദരരെ, നോക്കുന്നു കാരുണ്യവാൻ ചുറ്റോടും സ്നേഹിച്ച സോദരരെ. ഉള്ളം തകർന്ന് ഓർശ്ലേമിൻ സ്ത്രീകൾ വാവിട്ടു കേഴുകയാ. എൻ്റെ കുരിശോർത്തിനി നിങ്ങൾ കരയാതെ മേൽ പാപഗതിയോർത്തു കേടിടുവിൻ. എൻ്റെ കുരിശോർത്തിനി നിങ്ങൾ കരയാതെ മേൽ പാപഗതിയോർത്തു കേടിടുവിൻ. എട്ടാം സ്ഥലം, ഈശോ മിശിഹ ജെറുസലം സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു. കുരിശിന്റെ ഭാരത്താൽ ഈശോയുടെ തോളല്ലുകൾ ഉലഞ്ഞു, മുറിപ്പാടിൽ നിന്ന് ഏറെ രക്തം വാർന്നുപോയി. അവശനായ അവിടുന്ന് ചുറ്റോടു ചുറ്റും നോക്കി. ജെറുസലേം സ്ത്രീകൾ ആ ദയനീയ രംഗം കണ്ട് വാവിട്ട് കരയുകയാണ്. അവിടുത്തേക്ക് ആരുടെയും സഹതാപം ആവശ്യമില്ല. ഈശോ സ്വമനസ സ്വർഗം വിട്ട് ഭൂമിയിൽ വന്നതാണ്. പാപികളുടെ കരങ്ങളിൽ സ്വയം ഏൽപ്പിച്ചു കൊടുത്തതാണ്. കുരിശിലൂടെ സത്യമറിഞ്ഞ് രക്ഷയുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നാം വരണമെന്നേ അവിടുന്ന് ആഗ്രഹിക്കുന്നുള്ളൂ. കർത്താവായ ഈശോയെ, കുരിശിന്റെ വഴിയിൽ ഐഹിക ജീവിതത്തിന്റെ ക്ഷണികതയെ അവിടുന്ന് വെളിപ്പെടുത്തി. ഞങ്ങൾ ഓരോരുത്തരും അമൂല്യരും പ്രിയങ്കരരുമാണെന്ന് അവിടുന്ന് തെളിയിച്ചു. എന്നിട്ടും ഈ സത്യം അംഗീകരിക്കാതെ അങ്ങയുടെ പീഡാസഹനത്തെ ഓർത്ത് സഹതപിച്ച് ഞങ്ങൾ ജീവിതം പാഴാക്കുകയാണല്ലോ. ഞങ്ങളുടെയും ഞങ്ങളുടെ വംശത്തിൻ്റെയും അധപ്പതനം തിരിച്ചറിഞ്ഞ് കരയുവാനും കുരിശിൽ നിന്നൊഴുകിയെത്തുന്ന ജീവൻ പ്രാപിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ.